നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ചെറിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദി. ഓപ്ഷൻസ്: മറൈൻ ഡ്രൈവ്, ആലുവ, കോവളം, തലശ്ശേരി. ശരി ഉത്തരം കോവളമാണ്. 2024 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ സ്റ്റാർട്ടപ്പ് സമ്മേളനമായ ഹഡിൽ ഗ്ലോബലിൻ്റെ വേദിയായിരുന്നത് കോവളമാണ്. അടുത്ത ചോദ്യം: സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ഏത് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ചേരമർ മഹാസഭ, സാധുജന പരിപാലന സംഘം, സമത്വ സമാജം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ശരി ഉത്തരം ചേരമർ മഹാസഭയാണ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ചേരമർ മഹാസഭ എന്ന നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം: പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻസ്: രാജകുമാരി, ഇടമലക്കുടി, മൂന്നാർ, പെരുമാട്ടി. ശരി ഉത്തരം പെരുമാട്ടിയാണ്. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി പഞ്ചായത്ത്. അടുത്ത ചോദ്യം: താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻസ്: കമ്മ്യൂട്ടേറ്റർ, കലോറിമീറ്റർ, ഗാൽവിനോമീറ്റർ, ആൾട്ടിമീറ്റർ. ശരി ഉത്തരം കലോറിമീറ്റർ ആണ്. താപത്തിൻ്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലോറിമീറ്റർ. അടുത്ത ചോദ്യം: മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ആര് രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം? ഓപ്ഷൻസ്: GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള, ഡോക്ടർ പൽപ്പു. ശരി ഉത്തരം CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് വിദേശ മേധാവിത്വം എന്ന പുസ്തകം രചിച്ചത് CV രാമൻ പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഉപരാഷ്ട്രപതി പദവി ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻസ്: അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, കാനഡ. ശരി ഉത്തരം അമേരിക്കയാണ്. അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന ഉപരാഷ്ട്രപതി പദവി കടം കൊണ്ടത്. അടുത്ത ചോദ്യം: 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ എത്ര ശതമാനമാണ്? ഓപ്ഷൻസ്: 25.8%, 34.2%, 47.7%, 51.4%. ശരി ഉത്തരം 47.7%. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 47.7%. അടുത്ത ക്വസ്റ്റ്യൻ: കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ഹ്യൂഗ് റോസ്, വില്യം ഡാൽറിംപിൾ. ശരി ഉത്തരം ഹ്യൂഗ് റോസ് ആണ്. ഹ്യൂഗ് റോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? കലാപകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ എന്നാണ്. അടുത്ത ചോദ്യം: കൂടംകുളം ആണവ നിലയം സ്ഥാപിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: ജർമ്മനി, റഷ്യ, ഫ്രാൻസ്, കാനഡ. ശരി ഉത്തരം റഷ്യയാണ്. റഷ്യയാണ് കൂടംകുളം ആണവ നിലയം സ്ഥാപിക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഓപ്ഷൻസ്: മാംഗനീസ് വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, ബോക്സൈറ്റ് വ്യവസായം. ശരി ഉത്തരം
ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരത്തെ ഏതു സ്ഥലവുമായാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: മംഗലാപുരം, കാസർഗോഡ്, ഗുരുവായൂർ, നിലമ്പൂർ. ശരി ഉത്തരം നിലമ്പൂരാണ്. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന രാജ്യറാണി എക്സ്പ്രസ് നിലമ്പൂർ തിരുവനന്തപുരം റൂട്ടാണ് ഓടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള ജ്യോതി പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻസ്: ഭുവനേശ്വരി, എസ് സോമനാഥ്, MK സാനു, സച്ചിദാനന്ദൻ. ശരി ഉത്തരം MK സാനു ആണ്. 2024 കേരള ജ്യോതി പുരസ്കാരം നേടിയത് MK സാനു ആണ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: അലഹബാദിനെ ഹാൽഡിയയുമായിട്ട്, സതിയേനെ ധുബ്രിയുമായിട്ട്, കൊല്ലം കോട്ടപ്പുറമായിട്ട്, കാക്കിനാടയെ പുതുച്ചേരിയുമായിട്ട്. ശരി ഉത്തരം അലഹബാദ് ഹാൽഡിയ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദിനെയും ഹാൽഡിയയും തമ്മിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും ഭൂരിഭാഗവും തമിഴ്നാട്ടിലൂടെ ഒഴുകുന്നതുമായ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻസ്: NW13, NW9, NW3, NW11. NW എന്നാൽ നാഷണൽ വാട്ടർവേ എന്നാണ്. ശരി ഉത്തരം NW13 ആണ്. നാഷണൽ വാട്ടർവേ 13. നാഷണൽ വാട്ടർവേ 13 ആണ് കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും ഭൂരിഭാഗം തമിഴ്നാട്ടിലൂടെ ഒഴുകുന്നതുമായ ദേശീയ ജലപാത. അടുത്ത ക്വസ്റ്റ്യൻ, 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻസ്: സിക്കിം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര. ശരി ഉത്തരം ത്രിപുരയാണ്. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ഇത് ഓർത്തിരിക്കാനായിട്ട് തീൻ പൂര ബംഗ്ലാദേശ് എന്ന് ഓർത്തു വെക്കുക. അപ്പം നമുക്ക് ത്രിപുരയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ത്രിപുര, തീൻ പൂര, ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളി? ഓപ്ഷൻസ്: ദൃഢപടലം, ദൃഷ്ടിപടലം, രക്തപടലം. ഇവയെല്ലാം. ശരി ഉത്തരം ദൃഷ്ടിപടലമാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി? ഓപ്ഷൻസ്: ചണ്ഡീഗഡ്, ന്യൂഡൽഹി, പൂനെ, ബാംഗ്ലൂർ. ശരി ഉത്തരം പൂനെയാണ്. ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദിയായിരുന്നത് പൂനെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? ഓപ്ഷൻസ്: ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം. ശരി ഉത്തരം എറണാകുളമാണ്. കേരളത്തിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, പുല്ലിനെ ചവിട്ടി മെതിച്ചു പോകുന്ന കന്നുകാലികൾ താഴെ പറയുന്നവയിൽ ഏതുതരം ജീവിബന്ധത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: സഹജീവനം, അമൻസാലിസം, സഹോപകാരിത, പരാദജീവനം. ശരി ഉത്തരം അമൻസാലിസമാണ്. പുല്ലിനെ ചവിട്ടി മെതിച്ചു പോകുന്ന കന്നുകാലികൾ അമൻസാലിസം എന്ന ജീവിബന്ധത്തിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ഓപ്ഷൻസ്: NH 544, NH 744, NH 85, NH 766.
ശരി ഉത്തരം NH-766 വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH-766.